ഇപ്പൊ കർക്കിടക മാസത്തില് ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് വളരെ പ്രധാനമായ വളരെ സുപ്രധാനമായ അനുഗ്രഹപ്രധാനമായ ഒരു കാര്യമാണ്. പുണ്യമാസമായിട്ടാണ് കർക്കിടക മാസത്തെ കാണുന്നത്. വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് വേണ്ട ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, വിജയങ്ങള് ഒക്കെ കൈവരിക്കാൻ നമുക്ക് സാധിച്ചു തരുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പം അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തെ ആ പ്രധാനത്തെ കൊണ്ട് തന്നെ കാണും. പണ്ട് കാലങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്ന വലിയ മലകള്, കാറ്റ് ഒക്കെ മൂലം കൃഷികൾക്ക് വളരെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ദാരിദ്ര്യം നിറഞ്ഞൊരു മാസമായിരുന്നു കർക്കിടകം എന്ന് പറയുക, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് കള്ളക്കർക്കിടകം എന്ന് പേര് വരാൻ സാധ്യത കൂടുന്നത്. അത് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ആചരിക്കുന്നതിലൂടെ, ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന ഒരു കാലഘട്ടം ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാവും.